മാന്യ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. ട്രംപിന്റെ രണ്ടാമത്തെ വരവ് ലോകത്തിന് നാശമുണ്ടാക്കാനാണോ എന്ന കാര്യത്തിൽ ഒരു ആകുലതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2023 ഒക്ടോബർ 7 ആരംഭിച്ച മധ്യ ഏഷ്യയിലെ യുദ്ധം, അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം, ഏറെക്കുറെ ഒരു ശമനം വന്ന മട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതൊരു ശാശ്വത പരിഹാരമാണ് എന്നൊന്നും പറയാനാവില്ല. ഏതായാലും ഒരു 16 ദിവസത്തേക്ക് വെടിനിർത്തലാക്കണം എന്നൊരു ആവശ്യമുണ്ടാവുകയും അത് പ്രായോഗിക തലത്തിൽ വരികയും ചെയ്യും. നമുക്കറിയാം, ജോ ബൈഡൻ പല പ്രാവശ്യം ഇങ്ങനെ ഒരു സെറ്റിൽമെന്റ് ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ ഒരു സെറ്റിൽമെന്റ് നടന്നിരുന്നില്ല. എന്നാൽ ട്രംപിനെ രണ്ടാം വട്ടം തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ആള് സ്ഥാനാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഞാൻ സ്ഥാനാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വെടിനിർത്തൽ ഉണ്ടായിരിക്കണം. അത് കല്ലെ പിളർത്തുന്ന കൽപ്പന എന്ന പോലെ ഇരു രാഷ്ട്രങ്ങളും സ്വീകരിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും യുദ്ധം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ബന്ധികളെ കൈമാറുന്ന കാര്യത്തിൽ ഇരു കൂട്ടരും തമ്മിൽ ഒരു ധാരണയിലെത്തി. അങ്ങനെ ബന്ധികളെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമേരിക്ക ഒരു പുതിയ കാര്യം മുൻപിലേക്ക് വെക്കുന്നത്. ഗാസ ഞങ്ങൾ ഇങ്ങ് സ്വീകരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അമേരിക്ക എടുക്കാൻ പോവാണ്. അതിന്റെ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞത് ഗാസയിലെ ആൾക്കാരെല്ലാവരും ഒഴിഞ്ഞു തരണം, അത് റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം യു ക്യാൻ കം ബാക്ക്. എന്നാൽ അത് അടുത്ത റൗണ്ടിൽ ട്രംപിന്റെ ചർച്ചയിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ മാറിത്തരണം, ഞങ്ങൾ പണിതിന് ശേഷം തിരിച്ചു വരും എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയിൽ തന്നെ സംസാരമുണ്ടായി, ആരാണ് അവിടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയുണ്ടായി. നമുക്കറിയാം, ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നത് പോലെ ഇസ്രായേൽ ഹമാസിന്റെ മുഴുവൻ ഇടങ്ങളും ഉഴുത് മറിച്ച് കളഞ്ഞു. അവിടെ ഇനി ആ കെട്ടിടങ്ങളുടെ വേസ്റ്റ് തന്നെ എടുത്തു മാറ്റണമെങ്കിൽ ഭയങ്കര പാടാണ്. അവകളെല്ലാം എടുത്തു മാറ്റി അവിടെ പുതിയ കെട്ടിടങ്ങൾ പണിയുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു പരിപാടിയാണ്. അപ്പൊ ഇത്രയും കാശ് ആരാണ് ചെലവഴിക്കാൻ പോകുന്നതെന്ന് അമേരിക്കൻ ഭരണാധിപന്മാർക്കിടയിൽ തന്നെ ചർച്ചകൾ ഉണ്ടാകുന്നു. അടുത്ത റൗണ്ട് അയാളുടെ ചർച്ചയിൽ പറയുകയാണ്, ഈ പോകുന്ന ആരെയും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞാൽ ഗാസ വിട്ടു പോകുന്ന ആരെയും, 25 ലക്ഷത്തോളം ജനമുണ്ടെന്നറിയണം, അവരെ ഈജിപ്റ്റോ ജോർദാനോ ഒക്കെ എടുത്തോളാൻ പറയാണ്. ഇവരാരും എടുക്കില്ല എന്ന് പറഞ്ഞു. അതെല്ലാം എടുപ്പിച്ചോളാം എന്ന് ട്രംപ് പറയുന്നു. അതിന് ട്രംപിന്റെ കയ്യിൽ സൂത്രവാക്യങ്ങളും സമവായങ്ങളും ഒക്കെ ഉണ്ടാവാം. ഏതായാലും അടുത്ത റൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ ഗാസ അമേരിക്കയുടെ ഭൂമിയായി മാറാൻ പോകുന്നു എന്ന തലത്തിലാണ് കഥ വന്നത്. താമസം വിന ഹമാസ് തീരുമാനമെടുക്കുന്നു, ഞങ്ങൾ ബന്ധികളെ തിരിച്ചു കൊടുക്കുന്നില്ല. അതിനവർ പറഞ്ഞൊരു ന്യായം, ഇതിനിടയിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് 1-2 ബോംബിംഗ് കൂടി ചെറിയ നിലയിലുണ്ടായി. അതിനെ അവർ പിടിച്ചു വെച്ചുകൊണ്ട് വാസ്തവത്തിൽ അമേരിക്ക ഹമാസിന്റെ ശിരാകേന്ദ്രമായ ഗാസയെ കൈക്കലാക്കാൻ പോകുന്നു എന്ന ആ വിളംബരത്തിന് പിന്നാലെയാണ് ഹമാസ് പറഞ്ഞത്, ഞങ്ങൾ ഈ സന്ധിയിൽ നിന്ന് പിന്മാറുകയാണ്, ഇനി ഞങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, വീണ്ടും ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങുന്നു എന്നുള്ള നിലയിൽ സംസാരം ഉണ്ടാകുന്നു. അവിടെയാണ് ട്രംപിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മൂപ്പര് പറയുന്നത്, ശനിയാഴ്ച വരാൻ പോകുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കകം എല്ലാ ബന്ദികളെയും തീർത്തും തിരിച്ചു കൊടുത്ത് പ്രശ്നത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇതുവരെയും അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അമേരിക്ക പുറംപറമ്പിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ടാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് ഫ്രണ്ടിൽ ഇറങ്ങി നിന്നിട്ട് പറയുകയാണ്, ഞാൻ ഇടപെടും. അപ്പോൾ അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഹമാസുമായി ഏറ്റുമുട്ടുന്ന ഒരു തലത്തിലേക്ക് കഥ മാറിയാൽ ഇത് ഒരു ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിക്കും. അതിന് സംശയം വേണ്ട. ഇവിടെ 2-3 പ്രവചനങ്ങളുടെ നിവർത്തിയെന്നും ചിന്തകളുണ്ട്.
തിരുവഴുത്തിൽ പറയുന്നുണ്ട് ഗസ നിർജ്ജനമാകും. അതിന്റെയൊക്കെ നിവർത്തികൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പ്രവചനത്തിന്റെ ഒരു പ്രത്യേകത, താൽക്കാലിക നിവൃത്തിയും ഒടുവിലത്തെ നിവൃത്തിയും അതിനുണ്ട്. പല പ്രവചനങ്ങൾക്കും അങ്ങനെയും. അങ്ങനെയാണെങ്കിൽ ഗസ കുറച്ചു നാളത്തേക്ക് ആൾപ്പാർപ്പില്ലാതെ കിടന്നിരുന്ന അക്കാലഘട്ടങ്ങളെ കുറിച്ച് മാത്രമുണ്ടായിരുന്ന പ്രവചനങ്ങളാണ് ഇവകൾ എന്ന് നമുക്ക് പറഞ്ഞ് ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ട്രംപ് എടുക്കുന്ന തീരുമാനം അമേരിക്ക നേരിട്ട് ഗാസയെ എടുക്കാൻ പോകുന്നു എന്നും എന്നിട്ട് അതിനെ ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റാൻ പോവാണ്. അപ്പൊ അവിടെ സ്വാഭാവികമായും ഈ താമസക്കാരവിടെ ഉണ്ടാവില്ല. അപ്പോ ആർക്കു വേണമെങ്കിലും വന്ന് സുഖവാസം കുറച്ചു ദിവസം താമസിക്കാന്നല്ലാതെ അവിടുത്തെ സ്ഥിരതാമസക്കാരില്ലാതെ ഒരു നിർജ്ജനം എന്ന നിലയിലേക്ക് കഥ മാറുകയാണ്. അപ്പോൾ അത്തരത്തിൽ മാറുകയാണെങ്കിലും അതൊരു പ്രവചനത്തിന്റെ നിവർത്തിയായി വരും. അല്ല, അടുത്ത ഘട്ടത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ട്രംപ് ഗസ എടുക്കാൻ പോകുന്നു എന്നതിന്റെ ഉദ്ദേശം ഇസ്രായേലിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഇസ്രായേലിനെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അധിനിവേശ സ്ഥലം ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നാൽ സ്വാഭാവികമായും അമേരിക്ക മുൻപിൽ ഇറങ്ങുമെന്നതിന് സംശയം വേണ്ട. സെഖര്യാ പ്രവചനം 12-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. ഇന്ന് ഇസ്രായേൽ ഒരു ഭാരമുള്ള കല്ലാണ്. അതിനെ ചുമക്കുന്നവരൊക്കെയും ഭാരമായി മുറിവേൽക്കും. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഇന്ന് ഇസ്രായേലിനെ ചുമക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണം ചെയ്തു കഴിഞ്ഞ് ആദ്യമായി അവിടെ ചെല്ലുന്ന ഒരു വിദേശത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അപ്പോൾ അവർ അത്ര കണ്ട് അടുപ്പമുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി ശരിക്കും സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അമേരിക്ക ഗാസ ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നത്. ഗാസ അല്ലെങ്കിലും മറ്റാരും ഏറ്റെടുക്കാൻ തയ്യാറല്ല കേട്ടോ. ഹമാസിന്റെ കൈക്കൽ വെക്കാനാണ് ഉദ്ദേശം. ഏതായാലും ഹമാസിന്റെ നട്ടലടിച്ച് തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് ഈ അടുത്തിടയ്ക്കൊന്നും ഹമാസ് പഴയതുപോലെ കയറി വരാൻ കഴിയില്ല. എങ്കിൽ പോലും ഹമാസിന്റെ കയ്യിൽ നിന്ന് ഗാസ പോകുന്നത് ചുറ്റുപാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ ചൊടിപ്പിക്കുമെന്നതിന് സംശയം വേണ്ട. ഇപ്പോൾ ഖത്തർ നിലനിൽക്കുന്നത് അമേരിക്കയുടെ സമ്പത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജോർദാന്റെ എല്ലാ കാര്യങ്ങളും ഇനി നോക്കി നടത്താൻ പോകുന്നത് അമേരിക്കയാണ്. ഇറാന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ, ലെബനനും അങ്ങനെയൊക്കെ തന്നെ. അത്തരത്തിൽ ഇസ്രായേലിനോട് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ നേരിട്ടൊരു ശത്രുതാ മനോഭാവത്തിലേക്ക് തൽക്കാലം പോകില്ലെങ്കിലും ഈ തീരുമാനങ്ങൾ അനധിവിദൂര ഭാവിയിൽ ഒരു യുദ്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇസ്രായേലിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കുമെന്ന തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇസ്രായേലിനെ താങ്ങാൻ പോകുന്ന അമേരിക്ക ഭീകരമായി മുറിവേൽക്കേണ്ടി വരും. നമുക്കറിയാം, ബിൻ ലാദന്റെ അമേരിക്കയോടുണ്ടായിരുന്ന സമീപനം. അവരുടെ അൽഖ്വയ്ദ ഇന്നും തീർന്നു പോയിട്ടില്ലെന്ന് നമ്മൾ അറിയണം. അൽഖ്വയ്ദ ആയാലും താലിബാൻ ആയാലും ഹമാസ് ആയാലും ഹൂത്തികളായാലും ഹിസ്ബുള്ള ആയാലും ISIS ആയാലും ഇവരുടെ എല്ലാവരുടെയും ബദ്ധ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇസ്രായേലും ക്രിസ്ത്യാനികളുമാണ്. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അമേരിക്കയാണ് അതിന്റെ വലിയേട്ടനായിട്ട് നിൽക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും പൊതുശത്രുവായി കണ്ടുകൊണ്ട് അവരെ നശിപ്പിക്കുവാൻ വേണ്ടി ഇസ്ലാമികൾ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇസ്രായേലിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന രാഷ്ട്രങ്ങൾ ശക്തമായി എഴുന്നേൽക്കുമെന്നതിന് സംശയം വേണ്ട. ഈ എഴുന്നേൽക്കൽ ഇനി അവർ വളരെ കരുതലോട് കൂടിയായിരിക്കും എഴുന്നേൽക്കുക. എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യം വളരെ ശക്തമായിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ശക്തി ഈ ഒരു 1.5 കൊല്ലം കൊണ്ട് വാസ്തവത്തിൽ ശരിക്കും തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. കാരണം ഹമാസിന്റെ ആക്രമണം കഴിഞ്ഞതോടുകൂടി മറ്റെല്ലാ രാഷ്ട്രങ്ങൾക്കും കൂടി വളഞ്ഞിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാം എന്നൊക്കെയാണ് ഇസ്രായേലിനെതിരെ മുഹമ്മദീയർ കൊതിയൂറിയിരുന്നത്. പക്ഷേ അവകളൊന്നും നടക്കില്ലെന്നും ഇസ്രായേലിനെ തകർക്കുക അത്ര എളുപ്പമല്ല എന്നും ചുറ്റുപാടുമുള്ള അറേബ്യൻ രാജ്യങ്ങളെല്ലാം ശരിക്കും രുചിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ രാഷ്ട്രമായ ഉക്രൈനെതിരെ
ഉഷാർ അടി അടിച്ചൊക്കെ നോക്കിയിട്ട് അത്ര എളുപ്പമല്ല എന്ന തിരിച്ചറിവ് റഷ്യക്കും ഉണ്ടായിട്ട് നിൽക്കുകയാണ്. ഞാൻ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, ട്രംപിന്റെ ഇപ്പോഴത്തെ വരവും ഗാസ വിലവെക്കുന്നതും ഗാസയെ അവരുടെ അധിനിവേശ ഭൂമിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നതും ഗാസയെ അവരുടെ സ്വന്തം സ്ഥലമാക്കാൻ ശ്രമിക്കുന്നതും ഹമാസിനെ നശിപ്പിക്കുന്നതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ ട്രംപ് ഫ്രണ്ടിൽ നിൽക്കുന്നതും ഒക്കെ അമേരിക്കയുടെ നാശത്തിന് വളം വയ്ക്കുമെന്നതിന് സംശയം വേണ്ട. അപ്പോൾ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ പറഞ്ഞ സംവിധാനങ്ങൾക്കൊക്കെ ഒരുമിച്ചൊരു നാശം സംഭവിക്കത്തക്ക ട്രാക്കിലാണ് ഇവകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ട്രംപ് ഒരു വലിയ വ്യാപാരിയാണ്. വ്യാപാരത്തെ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് വ്യാപാരത്തിന് നാശം സംഭവിച്ചല്ലോ എന്നാണ് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 1 മുതൽ ചില വാക്കുകൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, ഈ മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാവുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ സമ്പന്നതയിലേക്ക് എങ്ങനെയാണ് ആൾക്കാർ വന്നത് എന്നതിനെ കുറിച്ചൊരു സൂചന അവിടെ കൊടുക്കുക. അടുത്ത് പറയാ, വേറൊരു ശബ്ദം സ്വർഗത്തിൽ പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. കണ്ടോ? ഇനി പറഞ്ഞ് 8-ാം വാക്യം, അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവം ശക്തനല്ലോ. അത് വ്യാപാരത്തെ കുറിച്ച് പറയാ. അവളോടുകൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡനിമിത്തം ഭയപ്പെട്ടുകൊണ്ട് ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. കണ്ടോ? ഈ വ്യാപാര മേഖലകളുടെ മുഴുവൻ നാശം 1 മണിക്കൂർ കൊണ്ടാണ്, അല്ലേ? അംബാനിയും അദാനിയും ഒക്കെ താഴെ പോയാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യം എന്താകുമെന്ന് നമുക്കറിയാം. ഇവിടെ പറയുന്ന കേൾക്കൂ, ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, മുത്ത്, രത്നം, പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുഞ്ചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂര്, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്കിനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞ് ദുഃഖിക്കുന്നു. അപ്പൊ ഈ വ്യാപാരം മുഴുവൻ 1 മണിക്കൂർ കൊണ്ട് ഉരലെടുത്ത് വെള്ളത്തിൽ കളയുന്നത് പോലെ നശിപ്പിക്കുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഇതെല്ലാം വ്യാപാരമെല്ലാം താഴെ പോവാൻ നമ്മൾ ഈ പറഞ്ഞ കേട്ടിട്ടില്ലേ, ഓഹരി വിപണിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ താഴോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. ഈ ഒരൊറ്റ സാധനം താഴേക്ക് പോയാൽ എല്ലാം നശിക്കും. അപ്പോൾ ഇവകൾ നശിച്ചാൽ തന്നെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ മറിയും തലകീഴായി പോകും. ഏതായാലും ഒരു നാശത്തിലേക്ക് കഥ മാറുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകം നമുക്ക് ആധികാരിക ഗ്രന്ഥമായി കൃത്യമായി വച്ച് വായിച്ച് പഠിച്ച് വരാനിരിക്കുന്ന കാലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് മനസ്സിലാക്കുവാൻ കഴിയും. മറ്റൊരു ഗ്രന്ഥങ്ങളും അതിന് പറ്റിയതല്ല. പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത, നാളിതുവരെയുള്ള സകല ചരിത്ര ഭാഗങ്ങളും ഇനി നടക്കാനിരിക്കുന്ന പ്രവചനങ്ങളും വളരെ ഭംഗിയായി പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് കാര്യങ്ങളുടെ കൃത്യത വ്യക്തമായി മനസ്സിലാക്കി നിത്യതയ്ക്കൊരുങ്ങണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. ട്രംപിന്റെ വരവും ട്രംപ് ആവേശപ്പെട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളും ഒക്കെ കർത്താവിന്റെ വരവ് ദ്രുതഗതിയിൽ സംഭവിക്കും എന്നതിന്റെ തെളിവുകളാണ്. അവകൾ മനസ്സിലാക്കി സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രങ്ങളെല്ലാം അതേ സ്പീഡിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വരവ് വാതിൽക്കലെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടുക. കർത്താവിന്റെ വരവിനൊരുങ്ങാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.